കൊച്ചിയിലൊക്കെ ആയിട്ട് ജോലി ചെയ്ത് നടന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ഇങ്ങനത്തെ രാവിലെകളാണ് കേട്ടോ. എൻ്റെ അമ്മ പറയാറുള്ളത് പോലെ ഉച്ചയിൽ വെയിലടിക്കുന്നത് വരെ കിടന്നിറങ്ങാതെ രാവിലെ ഇങ്ങനെയൊന്ന് ഇറങ്ങി നടന്നാൽ കാണാൻ പറ്റുന്നത് ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകളായിരിക്കും. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് വന്നപ്പോഴത്തേനും നമ്മുടെ ഫാമിൽ നിന്ന് പാലും വണ്ടി പോയി കേട്ടോ. എന്നാ പിന്നെ നാട്ടുമാവിന്റെ ചോട്ടിൽ മാങ്ങയുണ്ടോന്ന് നോക്കാന്ന് കരുതി ചെന്നപ്പോൾ നിറയെ മാങ്ങകൾ താഴെ വീണ് കിടപ്പുണ്ട്. കുറച്ച് മാങ്ങകളൊക്കെ താഴെ വീണ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിലും കുറേ നല്ല മാങ്ങകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം പറക്കി എടുത്തിട്ടുണ്ട്. ഈ മാങ്ങയിൽ ഒട്ടും പുഴു ഉണ്ടാവാറില്ല കേട്ടോ. ഇത് അത്യാവശ്യം വലുപ്പമുള്ള നാട്ടുമാങ്ങയാണ്. എല്ലാ വർഷവും നല്ലതുപോലെ ഇതിൽ മാങ്ങ പിടിക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ കണ്ണിമാങ്ങയ്ക്ക് പറിക്കാത്തതുകൊണ്ട് കുറേ എണ്ണം പഴുത്തിട്ടുണ്ട്. അങ്ങനെ പെറുക്കിയെടുത്ത മാങ്ങകളൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുവാണേ. ഒരു 20 മാങ്ങയ്ക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ നിന്ന് നന്നായിട്ട് പഴുത്തൊരു മാങ്ങ നോക്കിയിട്ട് ഞാനും രാവിലെ തന്നെ കഴിച്ചു കേട്ടോ. ബാക്കിയുള്ള മാങ്ങയൊക്കെ ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ മാമ്പഴപ്പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞാൻ പറക്കിയെടുത്ത എല്ലാ മാങ്ങയുടെയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ തൊലി കളഞ്ഞെടുത്ത മാങ്ങയിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും ചെറിയൊരു കഷ്ണം ശർക്കരയും ചേർക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് പഴുത്ത് നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ മധുരം കുറവ് മതി എന്നുള്ളവർക്ക് ഈ ശർക്കര ഒഴിവാക്കാം കേട്ടോ. അപ്പം നമ്മുടെ മാങ്ങയിൽ ചില മാങ്ങകൾ നന്നായിട്ട് പഴുക്കാനുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു കഷ്ണം ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും ഒരു 10 ചെറിയ മുളക് 2ആയിട്ട് കീറിയതും 1/2 കപ്പ് വെള്ളവും ചേർത്ത് മൂടി വെക്കാം. ഇപ്പം നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി മാറ്റാം. ഇതിലേക്ക് ഇനി നമുക്ക് അരപ്പാണ് കേട്ടോ ചേർക്കേണ്ടുന്നത്. 1 മുറി തേങ്ങ ചിരകിയതും 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ വെള്ളം വളരെ കുറച്ചായിരുന്നു ചേർത്തിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് മാങ്ങയിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങും. അതേപോലെ അരപ്പ് ചേർക്കുന്ന സമയത്തും അതിൽ നിന്നും വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പം വെള്ളം ആദ്യം വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അരപ്പ് ചേർത്ത് നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഈ തൈരിന്റെ അളവ് നിങ്ങൾക്ക് കറിയിൽ വേണ്ടുന്ന പുളിക്കനുസരിച്ച് മാറ്റം വരുത്തി ചേർക്കാം. തൈര് ചേർത്താൽ പിന്നീട് കറി തിളപ്പിക്കേണ്ടതില്ല, ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയേ. ഇനി നമുക്ക് കടുക് താളിക്കാം. അതിനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 5 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 4 വറ്റൽമുളകും കൂടി ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു താളിപ്പ് നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം കൊതിയൂറുന്ന മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇപ്പം മാമ്പഴക്കാലമാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ ഈ ഒരു മാമ്പഴപ്പുളിശ്ശേരി റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ സസ്നേഹം മീരാ കൃഷ്ണൻ.